രാവിലെ തന്നെ ഞങ്ങളിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പെടലി പോയിരിക്കുകയാണ്. അപ്പോൾ ഇടുക്കിക്ക് പോയപ്പോഴത്തേന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ കാറിൻ്റെ അകത്ത് ചുരുണ്ട് കൂടി കിടന്നുറങ്ങിയതാണ്. എവിടെ ഇച്ചിരി സ്ഥലം കിട്ടിയാലും ഞാൻ അപ്പം കിടന്നുറങ്ങുമെന്ന് പറഞ്ഞു കോച്ച് കളിയാക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു അതൊക്കെ ഒരു സത്യം തന്നെയാണ്. എനിക്ക് ഉറങ്ങേണ്ട സമയത്തൊക്കെ നല്ല രീതിയിൽ കിടന്നുറങ്ങും എവിടെയാണെങ്കിലും. അപ്പോൾ ഏതാണ്ട് നമ്മൾ ചിരട്ടക്കോണത്ത് ഒരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ഈ ഡോക്ടറെ കണ്ട ഒരു ഇഞ്ചക്ഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണേലും ഞങ്ങളിവിടെ എത്തി. ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ, അതുകൊണ്ട് അവർക്ക് എൻ്റെ പേര് പറയേണ്ട, അവർക്ക് എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മാസം 3 തവണയെങ്കിലും വരും. ഇവിടെ വന്നിരുന്നപ്പോൾ തന്നെ കാശിയാണെങ്കിൽ അലമ്പത്തരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓട്ടമാണ്, ഒരു രക്ഷയില്ല. എവിടെ പോയാലും ഇവൻ ഇതൊക്കെ തന്നെയാണ് സ്ഥിരം പരിപാടി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടുക. വരുന്നു, ആളെത്തിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് അപ്പനും മോനും ഇരുന്ന് കൈ കൊട്ടുക, അവനെ കൊണ്ട് കൊട്ടിക്കുക, അതാണിപ്പോൾ മെയിൻ പരിപാടി. ഇതാണ്ട് ഇത് നമ്മുടെ അമ്മയുടെ ആപ്പീസാണ്. അമ്മ ഇവിടെയാണ് ജോലിക്ക് പോകുന്നത്. അപ്പത്തേനും ഇവിടെ അവരെ കറക്റ്റ് സമയത്തൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ 12 മണിയായപ്പോൾ അവർ വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിൽ കാശിനെ കാണണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോർത്തു 12 മണി സമയപ്പോൾ അമ്മയ്ക്ക് ഇറങ്ങിയെന്ന് വിചാരിച്ച് ജസ്റ്റ് അവിടം വരെ ഒന്ന് പോയി കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറങ്ങിയില്ലായിരുന്നു. പിന്നെ നമ്മളിതാണ്ട് അച്ഛൻ്റെ വീട്ടിലോട്ട് പോയതാണ്. ജസ്റ്റ് ഞങ്ങൾ ഇടയ്ക്ക് അവിടെ പോകുമ്പോൾ കയറാറുണ്ട്. നല്ല ഭംഗിയാണ്. അച്ഛന് ഒത്തിരി ചെടികളും മറ്റും എല്ലാം ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ പോയി. കുറേ കിളികളൊക്കെ ഉണ്ട് അവിടെ, സ്പിഞ്ചസും അതുപോലെ തന്നെ ഒത്തിരി ചെടികളുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇലച്ചെടികളൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഇതിന് പുതിയതായിട്ട് ഒന്നുകൂടി സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അച്ചായനും നല്ല പനിയായിരുന്നുകൊണ്ട് അച്ചായൻ ഭരിക്കാതെ തന്നെ ഇന്ന് കാശിക്ക് പനി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഇതാണ്ട് അവിടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ട്. ഇത് നിറച്ചുണ്ടായിരുന്നു. അച്ഛൻ കഴിഞ്ഞ ദിവസം ഇവിടെ പോയിട്ട് വന്നപ്പോഴാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ മഴയൊക്കെ ആയിരുന്നുകൊണ്ട് മധുരം കുറവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല കുറേ കൃഷികളുണ്ട്. ചാമ്പയ്ക്ക പഴുത്തിട്ടില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. ഇത് അച്ചായൻ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള പിന്നെ വള്ളമാണ്. മാത്രമല്ല ഒത്തിരി ചെടികളുണ്ട്. എല്ലാം അങ്ങ് മഴയായപ്പോഴത്തേന് കുറേയൊക്കെ നശിച്ചുണ്ട്. അപ്പോൾ റീപ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണിത്. ഒത്തിരി ചെടികളുണ്ട്. അത് മാത്രമല്ല നല്ല ഭംഗി, ഒരു പോസിറ്റീവ്നെസ് അവിടെ ചെല്ലുമ്പോൾ. പിന്നെ മുയലുണ്ട്, കോഴികളുണ്ട്. കാശിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അവിടെ ചെല്ലാനും അതുപോലെ അച്ചായനോട് സംസാരിക്കാനും പിന്നെ അവിടുത്തെ ചെടികളൊക്കെ പറിക്കാനും. അതൊക്കെ കാശിയുടെ മെയിനായിട്ടുള്ള ഒരിഷ്ടമാണ് കാശിയുടെ. അതുമാത്രമല്ല ഞങ്ങളവിടെ പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് കുറേ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെക്കും. ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഈ ചട്ടികളൊക്കെ അച്ചായൻ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന കേട്ടോ. എന്നിട്ട് പെയിൻ്റൊക്കെ അടിച്ച് വെച്ചേക്കുന്നു. സൂപ്പറാണ്.